ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനു പിന്നാലെ വന്ന വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട മൊഴി, അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം തന്നെയാണ് SIT നടത്തുന്നത്. നിർണായക വിവരങ്ങളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഡി മണി എന്ന ഡിണ്ടിഗൽ സ്വദേശിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് SIT. ഈ മണിയുടെ മൊഴികളിലെല്ലാം തന്നെ വൈരുദ്ധ്യമുണ്ട്. അയാളുടെ ഇടപാടുകളെല്ലാം തന്നെ ദുരൂഹമാണ്. ബാലമുരുകൻ എന്നയാളുടെ സിമ്മാണ് ഡി മണി ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുള്ള ബാലമുരുകന്റെ പ്രതികരണമാണ് എക്സ്ക്ലൂസീവായി റിപ്പോർട്ടർ TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ഡി മണിയെ പരിചയമുണ്ട്, താനാണ് തന്റെ പേരിലുള്ള സിമ്മാണ് ഡി മണിക്ക് നൽകിയത് എന്ന് ബാലമുരുകൻ തുറന്നു സമ്മതിക്കുന്നു. പക്ഷേ മറ്റിടപാടുകൾ ഡി മണിയുമായി ഇല്ല എന്ന് ഇയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ മാസം 30-ന് ഡി മണിയെയും ബാലമുരുകനെയും ഉൾപ്പെടെയുള്ളവരെ SIT ചോദ്യം ചെയ്യും. അതിൽ നിന്ന് എത്തുന്ന നിഗമനങ്ങളേറെ നിർണായകവുമാകും. റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. ഹരിമോഹനും അഷ്കർ അലിയും തുടരുന്നുണ്ട്. റോഷിപാലിലേക്ക് പോയ റോഷിപാൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോടതി തന്നെ വിമർശനം ഉന്നയിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, നിർണായകമായ ഒരു ലീഡ് SITക്ക് നൽകുന്നത്. ഒരു പ്രവാസി വ്യവസായി, അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു പ്രവാസി വ്യവസായിയുടെ മൊഴി, അതിൽ കൃത്യമായി തന്നെ ആ മൊഴികളിൽ കഴമ്പുണ്ട് എന്ന് SIT കണ്ടെത്തുന്നു. അതിന് പിന്നാലെ ഡി മണിയിലേക്ക് അന്വേഷണം പോകുന്നു. ഡി മണി ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് വിഗ്രഹക്കടത്ത് നടന്നിട്ടുള്ളതെന്നാണ് ഈ വ്യവസായിയുടെ മൊഴി. ഡി മണി ഞാനല്ല അയാൾ, അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ പോലും ഈ വ്യവസായി കൃത്യമായി ഡി മണിയെ തിരിച്ചറിയുന്നുണ്ട്. ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ, പ്രതികരണം, ഫോട്ടോയും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഡി മണിയുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അയാൾ പറയുന്ന കാര്യങ്ങളിൽ പലതും ദുരൂഹവുമാണ്. മൊഴികളിലൊക്കെ തന്നെയും വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിർണായകമായ വിവരങ്ങൾ, കൂടുതൽ കടത്ത് നടന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? വിനീത, അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അത് തന്നെയാണ്. ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വെളിപ്പെടുമെന്ന് തന്നെ. കാരണം നേരത്തെ ഡി മണി അന്വേഷണ സംഘത്തിനെ കബളിപ്പിക്കാനുള്ള ശ്രമം ആദ്യഘട്ടം നടത്തി. മാത്രമല്ല, അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞാനല്ല മണിയെന്ന് പറഞ്ഞു. പിന്നീട് മണി താനെന്ന് സമ്മതിക്കുന്നു. ഈ മൊബൈൽ ഫോൺ തന്റേതല്ല, ആ നമ്പർ താനല്ല ഉപയോഗിച്ചത് എന്നടക്കം പറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ ബാലമുരുകന്റെ വെളിപ്പെടുത്തലോടുകൂടി ഈ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. ഈ മറ്റൊരാളുടെ സിം കാർഡ് ഉപയോഗിക്കണമെങ്കിൽ അത് ദുരുദ്ദേശത്തോടു കൂടിയാണോ ഇങ്ങനെ ഡി മണി ഉപയോഗിച്ചത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാട് മാത്രമല്ല, ഈ വിഗ്രഹ കടത്ത് ഉൾപ്പെടെ ഡി മണിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടോ എന്ന പരിശോധനയാണ് നടത്തേണ്ടത്. ഏതായാലും ആ വ്യവസായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി മണിയെ. അതുകൊണ്ട് ഇനി ഡി മണി കൃത്യമായ ഉത്തരം അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയേണ്ടി വരും. അവിടെ വിശദമായൊരു ചോദ്യം ചെയ്യൽ അത് നടക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകി കേരളത്തിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് ഹാജരാകാൻ പറഞ്ഞത്. കാരണം ഇന്നലെ ഒരു DYSP മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. വയനാട് ക്രൈംബ്രാഞ്ച് DYSP ആയ സുരേഷ് ബാബു മാത്രമാണ് എത്തിയത്. വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല. ഇനി കൃത്യമായി തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും. അതിനാണ് തിരുവനന്തപുരത്തെ വഞ്ചിയൂരുള്ള ഓഫീസിലേക്ക്, ഈഞ്ചക്കൽ ഓഫീസിലേക്ക് വിളിച്ചു വരുന്നത്. അവിടെ അതിനൊപ്പം തന്നെ ബാലമുരുകൻ കൂടി എത്തും. ബാലമുരുകൻ ഈ സിം കാർഡ് സംഘടിപ്പിച്ച് കൊടുത്ത കാര്യം, ആ സിം കാർഡ് ബാലമുരുകന്റെ പേരിൽ എന്തിനാണ് എടുത്തതെന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം പറയേണ്ടി വരും. അതിന്റെ CDR ഉൾപ്പെടെ വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലായിരിക്കും നടക്കുക. അവിടെ മണി എല്ലാം മണി പോലെ പറയേണ്ടി വരും. ശബരിമല ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പുരാതനമായ ക്ഷേത്രങ്ങളിൽ നിന്നും വിഗ്രഹങ്ങൾ കടത്തിയോ എന്നതിനടക്കമുള്ള ഉത്തരങ്ങളാണ് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത്. വ്യവസായി ഏതായാലും ഡി മണിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലുള്ള ഉന്നതൻ ആരാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിലും ഏറെ വൈകാതെ വ്യക്തത വരും. ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയത് എന്ന കാര്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. ഏതായാലും ഇനി അങ്ങോട്ട് അന്വേഷണം ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുക. കാരണം ഏറെ വൈകാതെ അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് SIT സമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾ, ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുകൾ, ഇത് സംബന്ധിച്ച വ്യക്തമായ വിശദാംശങ്ങൾ തന്നെ ഹൈക്കോടതിയെ ധരിപ്പിക്കണം. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ളത് ഏറ്റവും ഗൗരവതരമായ അന്വേഷണമായിരിക്കും. ആദ്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങിയ അന്വേഷണമാണ്. അതിന്ന് മറ്റൊരു തലത്തിലേക്ക്, രാജ്യാന്തര വിഗ്രഹക്കടത്ത് മാഫിയയിലേക്ക് അന്വേഷണം എത്തുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. എവിടേക്കൊക്കെ വിഗ്രഹങ്ങൾ കടത്തി, ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നും വിഗ്രഹങ്ങൾ കടത്തി എന്നതിനടക്കം ഉത്തരം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വലിയ കൊള്ള സംസ്ഥാനത്തെ പുരാതനമായ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ വിഗ്രഹക്കടത്തടക്കം നടത്തിയെന്ന ഇതിന്റെ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇനി ഇത് സംബന്ധിച്ച ഏറ്റവും വിശദമായ അന്വേഷണം തന്നെയാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ഡി മണിയുടെ ചോദ്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനം. അതിനൊപ്പം തന്നെ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ ബാലമുരുകൻ നടത്തിയ വെളിപ്പെടുത്തൽ അതിപ്രധാനമാണ്.
ബാലമുരുകൻ ആ സിം കാർഡ് നൽകി എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ബാലമുരുകന് അറിയാമെന്നോ ഉള്ള കാര്യമാണ്. അതാണ് ബാലമുരുകനെ കൂടി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് SIT എത്തിയത്. ഏതായാലും ഏറ്റവും നിർണായകമാണ് ശബരിമലയിൽ കൊള്ള നടത്തിയ ആ സ്വർണം അത് എവിടേക്ക് പോയി എന്നത് ഏറ്റവും പ്രധാനമാണ്. നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. പുരാതനമായ വസ്തുക്കൾ, അങ്ങനെ കാലപ്പഴക്കമുള്ള വസ്തുക്കളടക്കം അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിനുള്ള മൂല്യം, പുരാവസ്തുക്കളുടെ മൂല്യം, ആ മൂല്യമാണ് ഇതിലെ ഏറ്റവും വലുതായി ഈ തട്ടിപ്പ് സംഘത്തിന് ലഭിച്ച ലാഭം എന്ന നിലയിൽ. സ്വർണത്തിന്റെ വിലയേക്കാൾ അതിലെ ആ അമൂല്യമായ ആ അന്താരാഷ്ട്ര മാർക്കറ്റിലുള്ള വിലയാണ്. അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് സ്വർണം ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്നടക്കമുള്ള വിലയിരുത്തലിലേക്ക് എത്തുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ വ്യക്തത വരും. അത് വരും ദിവസങ്ങളിലുള്ള ചോദ്യം ചെയ്യലാണ് ഏറ്റവും നിർണായകമായ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരിക. അതിന് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിന്നോ ഏതെങ്കിലും മന്ത്രിമാർ കൂട്ടുനിന്നോ എന്ന കാര്യത്തിലടക്കം വരും ദിവസങ്ങളിൽ വ്യക്തത വരും. വിനിത, അതാണ്